നമ്മുടെ സങ്കടങ്ങളൊക്കെ നമ്മുടെ കൂടെയുള്ളവർക്കും വലിയ സങ്കടമാകുമെന്ന് വലിയൊരു തെറ്റിദ്ധാരണ മനുഷ്യർക്കെല്ലാം ഉണ്ട്. ചിലരൊക്കെ പലരോടും സങ്കടം പറയാൻ മടിക്കുന്നത് അവരെയും കൂടി വിഷമിപ്പിക്കണ്ടല്ലോ എന്ന ശുദ്ധമായ ഒരു ചിന്ത കൊണ്ടാണ്. പക്ഷേ അനുഭവമുള്ളവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, അവർ പറയും അതൊരു തെറ്റിദ്ധാരണയാണ്. അപൂർവമായി ചില മനുഷ്യർ നമ്മുടെ സങ്കടങ്ങളെ അവരുടെ സങ്കടങ്ങളാക്കി മാറ്റി നെഞ്ചേറ്റിയെന്ന് വരും. പക്ഷേ ഭൂരിപക്ഷം മനുഷ്യരും ഉള്ളിൽ ചിരിക്കുന്നവരാണ്. അവരൊക്കെയും ചികഞ്ഞ് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ സങ്കടം കേട്ട് പരിഹാരം പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ആ സങ്കടത്തിൽ പങ്കുചേർന്ന് അതിൻ്റെ ഭാരം കുറയ്ക്കാനോ അല്ല. അടുത്തയാളോട് പറഞ്ഞു ചിരിക്കാൻ അവർക്കൊരു പുതിയ കഥ കിട്ടാൻ വേണ്ടിയാണത്. നമ്മുടെ സങ്കടങ്ങൾ വേദനകളാകുന്നത് നമുക്ക് മാത്രമാണ്. നമ്മളിനി എത്രയൊക്കെ വർണ്ണിച്ചാലും രണ്ടാമതൊരാൾക്ക് അതൊക്കെ ഒരു കഥ മാത്രമാണ്. ഒന്നുകിൽ അവർക്ക് സ്വയം ആസ്വദിക്കാനുള്ള ഒരു കഥ, വേറെ ചിലർക്ക് അടുത്തയാളോട് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു കഥ. കണ്ണിൽ കണ്ടവരോടൊക്കെ കണ്ണീരൊഴുക്കി കഥനം പറയുമ്പോൾ ഒന്നോർത്തോളൂ, അവർക്ക് പറഞ്ഞു ചിരിക്കാനുള്ള പുതിയൊരു കഥയിലെ കഥാപാത്രമാവുകയാണ് പലപ്പോഴും നമ്മൾ. പറയാതെ അറിഞ്ഞ് ചേർത്തു നിർത്തി ആശ്വസിപ്പിക്കുന്ന ഒരു മനുഷ്യൻ കൂടെയുണ്ടെങ്കിൽ ആ മനുഷ്യനോട് മാത്രം നമ്മുടെ സങ്കടങ്ങൾ പറയുക, അയാളെ മാത്രം വിശ്വസിക്കുക. പറഞ്ഞു ചിരിക്കാനുള്ള കഥയൊരുക്കി നൽകി അതിലെ കഥാപാത്രമാവരുത്. നമ്മൾ അനുഭവിച്ചതൊക്കെയും നമുക്ക് ജീവിതവും മറ്റൊരാൾക്ക് കഥയുമാണ്. അവരുടെ കഥയിൽ നിറം പിടിപ്പിക്കാൻ അവർ നമ്മളെ കോമാളിയാക്കും. അറിഞ്ഞുകൊണ്ട് അതിനൊരിക്കലും ഇടകൊടുക്കരുത്.